ഹായ്, നമ്മളെല്ലാവരും ഒരു വീട് വയ്ക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യവും ഇതാണ്. ദിസ് മീ അജി, മൈ ചാനൽ അജീവ്ലോഗ്. നമ്മൾ ഒരു സെൻസേർഡ് ചാന്തിടാനാണ് പോകുന്നത്. അപ്പോൾ ആ സെൻസേർഡ് ചാന്തിടുന്ന മുമ്പേ ആദ്യം ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ, ഈ ചെവര് പൂശുമ്പോൾ നമ്മൾ അതിൻ്റെ ചാന്ത് മുഴുവനും ഈ സെൻസേർഡ് അതിൻ്റെ കോൺക്രീറ്റിൻ്റെ മേളിൽ കിടക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കരണ്ടി വെച്ച് അത് മൊത്തം കൊത്തി കളയണം. അതിനുശേഷം നല്ല രീതിയിൽ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, കോൺക്രീറ്റ് നല്ല നനവോടെ വേണം നമ്മൾ ചാന്തിടാൻ. അതിനു വേണ്ടിയാണ് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് ഇതിൽ കിടക്കുന്ന പൊടി, സിമൻ്റ്, ഇത് എല്ലാം അങ്ങ് തുറപ്പ വെച്ച് ചൂല് വെച്ച് തൂത്ത് കളയണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഗ്രൗട്ട് പിടിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഗ്രൗട്ട് അതിൽ നിന്ന് വിട്ടുപോകും. ഒരു 2, 4, 5 മാസമൊക്കെ ആകുമ്പോഴേ പൊട്ടൽ വീഴും. ഇത് ക്ലയൻറ്റ് ശ്രദ്ധിക്കാറില്ല. ഈ സെൻസറിൽ ആരും കയറി നോക്കത്തില്ല. അതുകൊണ്ട് എപ്പോഴും സെൻസേർഡ് ചാന്ത് ഇടുമ്പോൾ ഇതുപോലെ ഈ രീതിയിൽ തന്നെ ചെയ്യണം. നല്ല രീതിയിൽ നനച്ച് വെള്ളം ഒരുപാട് വെള്ളം ഒഴിച്ച് കൊമുത്ത് തുറപ്പ വെച്ച് തൂത്തതിന് ശേഷം ഗ്രൗട്ട് ഒഴിക്കണം. ഗ്രൗട്ട് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഗ്രൗട്ട് എപ്പോഴും ലൂസായിരിക്കണം. നല്ല ലൂസ് ഗ്രൗട്ടേ ഒഴിക്കാവുള്ളൂ. ലൂസ് ഗ്രൗട്ട് ഒഴിച്ച് ഒരുപാട് ടൈറ്റും ആകരുത്, ഒരുപാട് ലൂസും ആകരുത്, ഒരുപാട് വെള്ളം കൂടരുത്. ഒരു മീഡിയം പരുവത്തിന് ഒഴിച്ചിട്ട് തുറപ്പ വെച്ച് നല്ല രീതിയിൽ എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ തൂത്ത് ഗ്രൗട്ട് ആക്കണം. എന്നിട്ട് അതിന് ശേഷം മാത്രമേ ചാന്തിടാൻ പാടുള്ളൂ. ചാന്തിടേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ചുമരിൽ ഭിത്തി തേക്കാൻ വേണ്ടി കൂട്ടും പോലെ അല്ല. എപ്പോഴും സിമൻറ്റ് ശകലം കൂടുതൽ വേണം. അതായത് എംസാൻഡ് ഇടാവുള്ളൂ, പാറപ്പൊടി ഇടാൻ പാടില്ല. തീരെ പൗഡറായിട്ടുള്ള മണ്ണ് ഉപയോഗിക്കാൻ പാടില്ല. എംസാൻഡ് നല്ല തരിയുള്ള മണലായിരിക്കണം. അത് ഇടേണ്ട രീതി എന്ന് പറഞ്ഞാൽ, 4 ചട്ടി മണലിന് 1 ചട്ടി സിമൻ്റാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ കുട്ടയ്ക്കാണ് ഇടണമെങ്കിൽ 8 കുട്ട മണൽ, 1 പാക്കറ്റ് സിമൻറ്റ്. ആ രീതിയിൽ വേണം ഇടാൻ. ചാന്ത് ഇടുമ്പോൾ സ്ലോപ്പ് എപ്പോഴും നല്ലൊരു സ്ലോപ്പ് വേണം കൊടുക്കാൻ. കാരണം ഫ്രണ്ടിലോട്ട് വെള്ളം വീഴുന്നാലും അവിടെ കെട്ടി നിൽക്കാത്ത രീതിയിൽ നല്ല സ്ലോപ്പ് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ചുമരിൻ്റെ സൈഡിൽ ചാന്ത് വയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു വശവ് പോലെ കയറ്റി വേണം വയ്ക്കാൻ. എന്നിട്ട് ആ വശവിൽ നല്ല രീതിയിൽ നല്ല ഗ്രൗട്ട്, അതായത് ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് മീഡിയം ആവരുത്, ആ ഗ്രൗട്ട് വേണം ഇതുപോലെ ആ വശവിൻ്റെ കൂടെ കൊടുക്കണം. അത് കൊടുക്കുന്നത് വെച്ചാൽ, ഈ വെള്ളം ചുമരിൻ്റെ സൈഡിൽ ഈർപ്പം പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. വീഴുന്ന ഉടനെ താഴോട്ട് വെള്ളം പോകും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇതുപോലെ കൊടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മളെ പണി ഏകദേശം തേച്ച് തീർന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് തേക്കണം. ഇതിൻ്റെ അടിയിൽ വാട്ടർ കട്ടിങ്ങും കൊടുക്കണം. അപ്പോൾ ഏതാണ്ട് നമ്മൾ വർക്ക് ഫിനിഷ് ആവാറായി. ഇതുപോലെ നീറ്റ് വർക്കായിരിക്കണം എപ്പോഴും. കാരണം എപ്പോഴും നമ്മുടെ നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും നീറ്റ് ആൻഡ് പെർഫെക്റ്റ്.
കാരണം ക്ലയൻറ്റ് കാണുമ്പോൾ ക്ലയൻറ്റിന് ഒരുപാട് സന്തോഷം തോന്നണം നമ്മളെ വർക്ക് കണ്ട്. അത്രയ്ക്കും നീറ്റാണ് നമ്മൾ ചെയ്യുന്ന വർക്ക്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിന് നമ്മൾ ബ്രഷ് ആറ്റുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നല്ല ഫിനിഷിങ് വർക്കായിരിക്കും. പിന്നെ ഗ്രിപ്പ് കിട്ടും. ഈ ഒരുപാട് വെള്ളമൊക്കെ വീഴുന്ന നല്ല മറ്റേത് ബ്രഷ് ആറ്റില്ലെങ്കിൽ സ്ലിപ്പാവും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബ്രഷ് ആറ്റുന്നത്. നല്ല ഗ്രിപ്പ് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നീറ്റ് വർക്കാണ്. അടുത്ത ഇതിൽ എങ്ങനെയാണ് നനയ്ക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ അടുത്തതായി ഇടുന്നതാണ്. നമ്മൾ ഈ ബക്കറ്റിൽ വെള്ളമൊന്നും കോരി ഒഴിച്ചിട്ട് കാര്യമില്ല. അതൊരിക്കലും നമ്മളെ ഈ സെൻസൈഡിൽ ബലം കിട്ടത്തില്ല, വെള്ളം പിടിക്കത്തില്ല. അപ്പോൾ ശരിയായ രീതിയിൽ എങ്ങനെയാണ് നനയ്ക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.